വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രബോധനങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് വത്തിക്കാൻ വോയിസ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. വത്തിക്കാൻ എഴുതിയ ഒരു അപ്പസ്തോലിക ലേഖനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രേഖയാണത്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ് ഉള്ള ചില നിരീക്ഷണങ്ങളാണ് ഈ രേഖ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു സമഗ്ര പഠനമല്ല മറിയത്തെക്കുറിച്ച് എന്ന് ഈ രേഖയിൽ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പേരിലാണ് അത് അറിയപ്പെടുന്നത്, മാത്തർ പോപ്പുളി ഫിദേലിസ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ജനതയുടെ മാതാവ്. പരിശുദ്ധ കന്യാമറിയത്തെ വിശ്വാസികളുടെ മാതാവായി ആത്മീയമായി അവതരിപ്പിച്ചിരിക്കുന്ന സുന്ദരമായ ഒരു രേഖയാണിത്. ഇന്ന് വരെ കത്തോലിക്കാ തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ഒരു രേഖയുമാണ്, ഒന്നും മാറ്റിയിട്ടില്ല. മാതാവിൻ്റെ സ്ഥാനം കുറച്ചു എന്നാണ് നമ്മൾ നവമാധ്യമങ്ങളിലൂടെ ഒത്തിരി കേട്ടത്, ചർച്ച ചെയ്തത്. കുറേയേറെ പ്രോട്ടസ്റ്റൻ്റ് ചിന്തകർ അത് അവതരിപ്പിച്ചു, പെന്തക്കോസ്റ്റൽ സമൂഹങ്ങൾ അത് അങ്ങനെ അവതരിപ്പിച്ചു എന്ന് ഞാൻ സംശയിക്കുകയാണ്. പക്ഷേ കത്തോലിക്കാ തിരുസഭ ആരംഭകാലം മുതൽ വളരെ ശക്തമായി പഠിപ്പിച്ചിട്ടുള്ള പ്രബോധനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. 2 കാര്യങ്ങളാണ് ഈ രേഖയിൽ ഊന്നൽ കൊടുത്ത് അവതരിപ്പിച്ചത്. ഒന്നാമത്തത്, മറിയം സഹരക്ഷകയാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊതുവെ ഇന്ന് ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യം ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ രേഖ ശ്രമിക്കുന്നത്. സഹരക്ഷക എന്ന് പറഞ്ഞാൽ മാതാവ് കൂടിയാണ് നമുക്ക് രക്ഷ നേടിത്തന്നത്. കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനത്തിലൂടെ കിട്ടിയ എല്ലാ കാര്യങ്ങളിലും മറിയം ആണ് സഹരക്ഷകയായി നിന്നത് എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാകും. അത് ശരിയല്ല. ഏകരക്ഷകൻ കർത്താവാണ് എന്ന് അടിവരയിടാനാണ് ഈ രേഖ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ബൈബിൾ അധിഷ്ഠിതമായ പ്രബോധനം. സഭയുടെ നിരന്തരമായ പാരമ്പര്യവും അതുതന്നെയാണ്. അവിടെ ഇവിടെ ചില ആളുകൾ ഒരുപക്ഷെ സഹരക്ഷക എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പറഞ്ഞിട്ടുള്ളതിനെ ഒന്നുകൂടി തിരുത്തുന്നതിനാണ് ഈ രേഖ എഴുതിയിരിക്കുന്നത്. സഭയുടെ ഔദ്യോഗിക വിശ്വാസ പ്രബോധനവുമായി ബന്ധപ്പെടുത്തി അല്ല, ഔദ്യോഗിക പ്രബോധനത്തിന് തെറ്റുപറ്റി എന്ന അർത്ഥത്തിലല്ല ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നത് ആദ്യമേ വ്യക്തമാക്കേണ്ടതുണ്ട്. 4 കാര്യങ്ങളാണ്, പ്രബോധനങ്ങളാണ് വിശ്വാസബന്ധമായി കത്തോലിക്കാ തിരുസഭ പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തേത് മറിയം നിത്യകന്യകയാണ് എന്ന പ്രബോധനമാണ്. രണ്ടാമത്തേത് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതർത്ഥത്തിലാണത്? പിതാവായ ദൈവത്തിൻ്റെ അമ്മ എന്ന നിലയിലല്ല, പുത്രനായി അവതരിച്ച മിശിഹാ തമ്പുരാൻ്റെ അമ്മ എന്ന നിലയിലാണ്. അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രബോധനവുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ദൈവവും മനുഷ്യനുമായ, ഒരേ സമയം ദൈവമാണ് മനുഷ്യനാണ്. ഇതാണ് സഭയുടെ ശക്തമായ പ്രബോധനം. ആ വ്യക്തിയുടെ അമ്മയാണ് മറിയം എന്ന നിലയിലാണ് ദൈവമാതാവ് എന്ന് പറയുന്നത്. ബൈബിൾ അധിഷ്ഠിതവുമാണിത്. ഗർഭിണിയായ മറിയം ഗർഭിണിയായ ഉടനെ തന്നെ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭമുണ്ടല്ലോ. അവിടെ ചെന്നപ്പോൾ എലിസബത്ത് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ: എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ ഞാൻ ആര് എന്ന് ചോദിച്ചുകൊണ്ടാണ്. ബൈബിളാണത്. കർത്താവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ എന്ന പ്രയോഗം ബൈബിളാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. മൂന്നാമത്തെ കുരിശിൻ ചുവട്ടിൽ നിന്ന് കർത്താവ് മറിയത്തെ
യോഹന്നാന് ഭരമേൽപ്പിക്കുന്ന ആ സംഭവത്തെ സഭ എക്കാലവും കണ്ടിട്ടുള്ളത് യോഹന്നാൻ വിശ്വാസികളുടെ മുഴുവൻ റെപ്രസെൻറ്റേറ്റീവാണ്, പ്രതിനിധിയാണ്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി മറിയത്തെ ഭരമേൽപ്പിക്കുന്ന കാര്യമാണ്. വിശ്വാസികളുടെ മാതാവ് എന്ന് പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഈ ടൈറ്റിൽ ആ കാര്യം ഊന്നൽ കൊടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 18-ാം നൂറ്റാണ്ടിലാണ് നമുക്കറിയാം മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസത്യമായി പ്രഖ്യാപിച്ചത്. മറിയം ഉത്ഭവ നിമിഷം മുതൽ പാപരഹിതയാണ് എന്ന വലിയ വിശ്വാസമാണ് അതിലൂടെ സഭ ഏറ്റുപറയുന്നത്. ദൈവത്തിൻ്റെ അമ്മയാകാൻ വേണ്ടി ദൈവം നൽകിയ അനന്തമായ ഒരു കൃപയാണത്. കൃപ അവൾക്ക് നൽകപ്പെട്ടതാണത്. അത് അവളുടെ മിടുക്കുകൊണ്ട് കിട്ടിയതല്ല. അതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അത് സഭ ഔദ്യോഗികമായി വിശ്വാസത്യമായി പ്രഖ്യാപിച്ചു. 1950 മറ്റൊരു വിശ്വാസത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 1-ാം നൂറ്റാണ്ട് മുതൽ സഭ വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗാരോപിതയാണ് എന്ന ആ വിശ്വാസ സത്യം. ഈ 4 സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറിയത്തിന് സഭ, കത്തോലിക്കാ തിരുസഭ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കുറവും വരുത്താൻ പറ്റില്ല. മനുഷ്യൻ എന്ന നിലയിൽ ജനിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉത്തമയായ, ശ്രേഷ്ഠയായ, മഹത്വപൂർണയായ വ്യക്തിയായി മറിയത്തെയാണ് സഭ കാണുന്നത്. ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ അവൾക്ക് വണക്കം നൽകുന്നു, ആരാധനയല്ല. പലപ്പോഴും മറിയത്തിന് കൊടുക്കുന്നത് ആരാധനയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. മറിയത്തിന് നൽകുന്നത് വണക്കമാണ്. മറ്റ് വിശുദ്ധരിൽ നിന്ന് അല്പം വ്യത്യസ്തമായി അതിവണക്കം കൊടുക്കുന്നുണ്ട്, ശ്രേഷ്ഠമായ കൂടുതലായ വണക്കം. അതിൻ്റെ കാരണം തന്നെ അവൾക്ക് ദൈവം നൽകിയ കൃപയുടെ വെളിച്ചത്തിലാണ്. ദൈവശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളിലേക്കും ചർച്ച ചെയ്യാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഈ രേഖയും ശ്രമിക്കുന്നില്ല, ഇത് സൂചിപ്പിച്ച് പോകുന്നതേയുള്ളൂ. രേഖ അടിവരയിടുന്നത് സഹരക്ഷക എന്ന പ്രയോഗം വന്നാൽ ഏകരക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൽ മറിയം കൂടി ഉൾപ്പെട്ടു എന്ന് വരുന്നത് കൊണ്ടാണ്. മറിയം കൂടിയാണ് രക്ഷ നേടിത്തന്നത് എന്ന് പറയാൻ ഇടയാകും. അല്ലെങ്കിൽ എന്തോ കുറവുണ്ട് എന്ന് വരും എന്നതുകൊണ്ടാണ് ഈ ഒരു നീക്കത്തെ സഭ പ്രതിരോധിക്കുന്നത്. 2-3 ദശകങ്ങളായി ഇങ്ങനെയൊരു നീക്കം കത്തോലിക്കരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് മാതാവിനെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ്. അതിമരിയ ഭക്തരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെയുള്ള മരിയൻ സംഘടനകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് വലിയ ഒരു ഒപ്പുശേഖരണം നടത്തി മാർപ്പാപ്പയ്ക്ക് ഇതിനൊരു നിവേദനം നൽകിയിരുന്നു. ആ സമയത്താണ് ഈ കാര്യം പഠിക്കാനായിട്ട് അന്നത്തെ വിശ്വാസ തിരുസംഘത്തെ മാർപ്പാപ്പ ഏൽപ്പിക്കുന്നത്, ഇത് പഠിച്ച് അതിനെപ്പറ്റി റിപ്പോർട്ട് തരാൻ. നമുക്കറിയാം കത്തോലിക്കാ തിരുസഭയുടെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളെ, അജപാലന പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയാം. ആ വാക്കല്ല, ഡിക്കാസ്ട്രി എന്നാണ് പറയുന്നത്. തിരുസംഘം എന്ന് പണ്ട് തർജ്ജമ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുസംഘമാണ് വിശ്വാസ തിരുസംഘം. ആ വിശ്വാസ തിരുസംഘം അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ, പിന്നീട് 16-ാം ബെനഡിക്റ്റ് മാർപ്പാപ്പയായ അദ്ദേഹമാണ് അന്ന് അതിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്നത്. അദ്ദേഹത്തോടു കൂടെ മറ്റ് വലിയ ദൈവശാസ്ത്ര പണ്ഡിതരും ഒക്കെ കൂടി അത് പഠിച്ച് മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് കൊടുത്തത് ഇത് ശരിയാകില്ല, അത് ഉചിതമല്ല, കർത്താവിൻ്റെ ഏകരക്ഷകൻ എന്നതിന് കോട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പ്രയോഗമാകും അത്. മനുഷ്യസ്ത്രീയിൽ ദൈവത്തിൽ നിന്നാണ് രക്ഷ മുഴുവനും നമുക്ക് കൈവരുന്നത്. മറിയം പോലും കർത്താവിനെ വിളിക്കുന്നത് അങ്ങനെയാണല്ലോ, എൻ്റെ രക്ഷകനായ, അവളും രക്ഷിക്കപ്പെട്ടവളാണ്, കൃപ നിറഞ്ഞവളെ, രക്ഷകനായ കർത്താവിൽ ഞാൻ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്.
അപ്പം രക്ഷ സ്വീകരിച്ചവളും കർത്താവിൻ്റെ ശിഷ്യകളിൽ പ്രമുഖയായി തീർന്നവളുമാണ് മറിയം എന്ന കാര്യമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തൊട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ വിവരമാണ് അവർ നൽകിയത്. ഒരു രേഖയൊന്നും എഴുതിയില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുക്കലും ഈ കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പയെ നല്ല ഒരു മരിയ ഭക്തനാണ്, ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആളുകൾ. അവിടെ മാർപ്പാപ്പ പറഞ്ഞ ഒരു വാചകം ഇതായിരുന്നു: മരിയ ഭക്തി കൂടുമ്പോൾ, ഒരു ഭക്തിയും സ്നേഹവും അങ്ങ് കൂടുമ്പോൾ അതിശയോക്തിപരമായ കാര്യങ്ങളും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കും എന്ന്, അത് ശരിയല്ല എന്ന നിലപാടാണ്. അതിൻ്റെ പേരിൽ മാർപ്പാപ്പയെ കുറ്റപ്പെടുത്തിയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭക്തരായ ആളുകൾ, ഇതിനുവേണ്ടി നിലകൊണ്ട ആളുകൾ എതിർക്കുന്നത് കണ്ടിട്ടുണ്ട്, മാർപ്പാപ്പയ്ക്ക് അത് ചെയ്യാത്തതിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിശ്വാസ തിരുസംഘം, ഡോക്ട്രിൻ ഓഫ് ദി ഫെയ്ത്ത് എന്ന് പറയുന്ന ഈ ഡിക്കാസ്റ്ററി, അങ്ങനെ അതിനെ ഒഫീഷ്യലി പറയുന്നത്, ഈ രേഖ തയ്യാറാക്കിയതും മാർപ്പാപ്പയുടെ ഒപ്പോടുകൂടി പ്രസിദ്ധീകരിച്ചതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നവമാധ്യമങ്ങളിലൂടെ വലുതായി കത്തോലിക്കാ തിരുസഭ തെറ്റുതിരുത്തിയിരിക്കുന്നു, അവരുടെ പ്രബോധനങ്ങൾ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റിപ്പോർട്ടുകളാണല്ലോ, വാർത്തകളാണല്ലോ നമ്മൾ കേട്ടത്. അത് സത്യമല്ല. ഒരു ഔദ്യോഗികമായ സഭയെ ഒരിക്കലും ഇത് പ്രഖ്യാപിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായിട്ടുണ്ട്. അതിനെ ശരിയല്ല എന്ന് പറയുന്ന രേഖയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. മറിയത്തോട് പ്രാർത്ഥിക്കുന്നതിലോ, നൊവേന ചൊല്ലുന്നതിലോ, നമുക്കറിയാം കൊന്ത ചൊല്ലുന്നതിലോ, ഇതെല്ലാം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. മറിയത്തിൻ്റെ മാധ്യസ്ഥതയെക്കുറിച്ചും അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇൻ്റർസെസറി ആയിട്ട് നിൽക്കാൻ മാതാവിന് മധ്യസ്ഥ എന്ന നിലയിൽ നിന്ന് പറയുമ്പോഴും ഏക മധ്യസ്ഥൻ കർത്താവാണ്. ഏകരക്ഷകൻ എന്ന് പറയുന്നത് പോലെ ഏക മധ്യസ്ഥനും കർത്താവാണ്. കർത്താവിൻ്റെ ആ മാധ്യസ്ഥ ശക്തിയുടെ മേൽ അതിൽ നിന്ന് സ്വീകരിക്കുന്ന അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള, അപേക്ഷിക്കാനുള്ള ഒരു കാര്യമായി മാത്രമാണ് മാതാവിൻ്റെ ഈ മാധ്യസ്ഥ ശക്തിയെപ്പറ്റി ഈ രേഖ പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നതും പണ്ടും. പലപ്പോഴും ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം മറിയത്തിന് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടുകൾ അതിഭക്തി മൂലം ഉണ്ടായിട്ടുള്ളതിനെ നേരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മറ്റൊരു പ്രയോഗം ഉണ്ടായിരുന്നത് എല്ലാ കൃപാവരങ്ങളുടെയും ഉറവിടമാണ്, സ്രോതസ്സാണ്, സിംഹാസനമാണ് മറിയം എന്നതാണ്. അതങ്ങനെയും ഉള്ള പഠനങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് വരുന്നുണ്ടായിരുന്നു. അതും ശരിയല്ല. കൃപകളെല്ലാം ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്ത്യാനികളായി നമുക്ക് ലഭിക്കുന്നത് ഈശോയുടെ പെസഹാ രഹസ്യത്തിൽ നിന്നാണ് നമുക്കത് ലഭിക്കുന്നത്. ഇന്ന് കൂദാശകളിലൂടെയാണ് നമുക്കത് ലഭിക്കുന്നത്, പ്രത്യേകിച്ച് കുർബാനയിലൂടെ. ഈ കാര്യം ഊന്നൽ ചെയ്ത് പറയുകയാണ് ചെയ്തത്. മാതാവ് കൃപ സ്വീകരിച്ചവളാണ്. മാതാവിനെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ നമുക്കറിയാമല്ലോ. മാലാഖ വന്ന മറിയത്തോട് പറയുന്നത് കൃപ നിറഞ്ഞവളെ എന്നാണ്. കൃപ നിറഞ്ഞവളാണ്, നൽകുന്നവളല്ല. അപ്പം ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. അത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്ന, വിശദീകരിച്ചിരിക്കുന്ന ഒരു രേഖയാണ് മാത്തർ പോപ്പുളി ഫിദേലിസ്. വിശ്വാസികൾക്കുണ്ടാകേണ്ട വലിയ ഒരു ബോധ്യം ഇതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെറ്റായി ഈ രേഖ വായിക്കാതെയും പഠിക്കാതെയും ആണ് പെട്ടെന്ന് ഉള്ള ഒരു സെൻസേഷൻ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ വന്നത്, വാർത്തകൾ വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈശോയാകുന്ന ഏകരക്ഷകനെ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണത്. നമ്മൾ മുറുകെ പിടിക്കണം. മറ്റുള്ളവർക്കെല്ലാം അവൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരാനുമാണ് സാധിക്കുന്നത്. അവരല്ല തരുന്നത്. മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രമാണ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ്. പ്രാർത്ഥനകളെല്ലാം ഒബീഷ്യലി അതാണ്. ആരെങ്കിലും തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൻ്റെ കുറവല്ല, അത് ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരോടും നമ്മൾ മാധ്യസ്ഥ്യം എന്ന് പ്രയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നതാണ്. ആരാധന നമുക്ക് വിശുദ്ധർക്ക് കൊടുക്കാൻ പറ്റില്ല.
നമുക്ക് മറിയത്തിനും കൊടുക്കാൻ പറ്റില്ല. മറിയത്തെ ദൈവത്തിലെ ഒരാളായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പോലും അടുത്ത കാലങ്ങളിൽ കാണാനിടയായി. അതും ശരിയല്ല. അവയെല്ലാം നേരെയാക്കുന്ന ഒരു പ്രബോധനമായി കാണണം. ഈ രേഖാവ് ആദ്യമായി തന്നെ പറയുന്നുണ്ട്, ഇത് ഒരു ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് അല്ല. മാതാവിന് കൊടുക്കുന്ന അഭിസംബോധനകളെ ഒന്ന് വിലയിരുത്താനും അതിൽ വേണ്ട തിരുത്തൽ വരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു രേഖയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസികളായ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ അമ്മയായി പരിശുദ്ധ കന്യകാമറിയത്തെ കാണണം. സഭയിൽ ഏറ്റവും വലിയ സ്ഥാനം മറിയത്തിനാണുള്ളത്. ഈശോ ദൈവം എന്ന നിലയിൽ, രക്ഷകൻ എന്ന നിലയിൽ നമ്മൾ ആരാധിക്കുന്ന പ്രഥമമായ സ്ഥാനത്താണ്, ദൈവത്തിൻ്റെ സ്ഥാനത്താണ് മറിയത്തെ നമ്മൾ കാണുന്നത്. ഏറ്റവും ശ്രേഷ്ഠയായ വ്യക്തി, വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ക്രിസ്തീയ ജീവിതം നയിച്ചവൾ, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യ, ഈശോയിൽ നിന്ന് പഠിച്ചവൾ എന്ന നിലയിലൊക്കെയാണ് കാണേണ്ടത്. ആ ഒരു ശരിയായ തലത്തിൽ നിന്നുകൊണ്ട് മറിയത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുന്ന ഒരു രേഖയാണിത്. ഈശോ മിശിഹ ഏകരക്ഷകൻ എന്ന കാര്യം ഈ പ്രബോധന രേഖ വളരെ വ്യക്തമായി എല്ലാവരും ഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ അന്ന് പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞ കാര്യം ഇതാണല്ലോ: ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനമാണ്. ഈ കാര്യം നമുക്ക് വെള്ളം ചേർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഏകരക്ഷകനും ലോകരക്ഷകനും ഈശോ മിശിഹ മാത്രമാണ് എന്നതാണ് സഭയുടെ അനന്യമായ വിശ്വാസ പ്രഘോഷണം. പരിശുദ്ധ മറിയം സഹരക്ഷക എന്ന് പറയുമ്പോൾ മിശിഹായുടെ രക്ഷാകർമ്മം അതിൽ തന്നെ അപൂർണമെന്നോ മറിയത്തിൻ്റെ സഹായം കൂടാതെ രക്ഷ സാധ്യമാവുകയില്ലായിരുന്നു എന്നോ മിശിഹായും പരിശുദ്ധ മറിയവും കൂടിയാണ് രക്ഷ സാധ്യമാക്കിയതെന്നോ എല്ലാം വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശരിയല്ല. ഈശോ മിശിഹ ഏകരക്ഷകൻ എന്ന സത്യം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഈ രേഖ ചെയ്യുന്നത്. അതുകൊണ്ട് അഭിസംബോധന, ഈ സഹരക്ഷക എന്ന ആ സംബോധന നൽകുന്നില്ല എന്നതുകൊണ്ട് മറിയത്തിന് ഒരു കോട്ടവും ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ മറിയത്തിൻ്റെ എല്ലാ മഹത്വവും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് യഥാതഥം ഈ രേഖ മുന്നോട്ട് പോകുന്നത്. കൃപാവരങ്ങളുടെ കാര്യവും ഞാൻ പറഞ്ഞു, അതൊന്നുകൂടെ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16 നമ്മൾ വായിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണത്. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്, ഈശോയുടെയാണ്, നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഈശോയിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത്, മറക്കരുത്. ഇന്നത് നൽകുന്നത് കർത്താവിൻ്റെ തുടർച്ചയായ തിരുസഭയിലൂടെയാണ്. വാളെടുക്കുന്നവരെല്ലാം സഭ സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. അപ്പസ്തോലന്മാരുടെ അടിത്തറമേൽ സ്ഥാപിക്കപ്പെട്ട സഭ കൈവെപ്പിലൂടെ നിരന്തരം അതിൻ്റെ തുടർച്ചയിലൂടെയാണ് വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അത് എടുത്തു കളയുന്ന, ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയിൽ നിന്നാണ് പലപ്പോഴും അപകടമുണ്ടാകുന്നത്. സകല കൃപാവരങ്ങളുടെയും മാതാവ് എന്ന പരിശുദ്ധ അമ്മയെ ചിലർ വിളിക്കുമ്പോൾ മറിയമാണ് എല്ലാ കൃപകളുടെയും ഉറവിടമെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ പ്രയോഗവും ഉചിതമല്ല എന്ന് പറയുന്നത്. അതിനാൽ മറിയത്തെ എല്ലാ കൃപാവരത്തിൻ്റെയും മാതാവ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി രേഖ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം കൃപ നിറഞ്ഞവളാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28 നാം വായിക്കുന്നു. ദൈവിക കൃപയുടെ നിറവ് അവളിലുണ്ട്. ദൈവം നൽകിയ ദാനമാണ്, കൃപയാണത്. കൃപയാലാണ് നാം ജീവിക്കുന്നത്, അത് മറക്കരുത്. ഒരു നദി നിറഞ്ഞൊഴുകുന്നത് പോലെ അവളിലൂടെ കൃപ ഒഴുകുന്നുണ്ട്, അതും ശരിയാണ്. പക്ഷേ നൽകുന്നത് അവളല്ല, കർത്താവാണ്. കൃപയുടെ ഉറവിടം ദൈവമായതുകൊണ്ട് സകല കൃപാവരങ്ങളുടെയും മാതാവെന്ന് മറിയത്തെ വിളിക്കരുത് എന്ന്
ഈ രേഖ വ്യക്തമായി നമ്മോട് പറയുകയാണ്. ഏക മധ്യസ്ഥൻ എന്ന രീതിയിലും മധ്യസ്ഥത നമുക്കറിയാം, അത് വേറൊരു സഭയിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതും നമ്മൾ വായിക്കുക. എന്തെന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ വേറെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നില്ല. നമ്മളൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലുള്ള ആളുകൾ ഒന്നിച്ചിവിടെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിലായിരിക്കുന്ന ആളുകൾ, മഹത്വീകൃതരായ ആളുകളോടും നാം പ്രാർത്ഥിക്കുന്നു. അവരെ രക്ഷ പ്രാപിച്ചവരും ദൈവത്തോടു കൂടി ആയിരിക്കുന്നവരും എന്ന നിലയിൽ കൂടുതൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരാനും സാധിക്കും എന്നതുകൊണ്ടാണ് നാം അവരോട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിനും മനുഷ്യനുമിടയിലുള്ള ഏക മധ്യസ്ഥനായ ഈശോ മിശിഹ മാത്രമാണ് എന്നും അതിന് സമാനമായ മറ്റൊരു മധ്യസ്ഥത വേറെയില്ല എന്ന രീതിയിലാണ് സഭ മറിയത്തെയും വിശുദ്ധരെയും കാണുന്നത് എന്നതും കൂടി നാം ഓർക്കണം. പലപ്പോഴും ഒത്തിരി ആളുകൾക്ക് അടിസ്ഥാനപരമായ ഒരു പ്രബോധനം ലഭിക്കാത്തത് കൊണ്ട് ഒത്തിരി ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നു. സഭ ഇനി മാതാവിനോട് പ്രാർത്ഥിക്കണ്ടേ, നൊവേന ചൊല്ലാമോ, ജപമാല ചൊല്ലാമോ എന്നൊക്കെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായും ഇതെല്ലാം ചെയ്യുകയും വേണം. അവിടെ നാം ദൈവത്തെയും മറിയത്തെയും വേർതിരിച്ച് കാണണം. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ മറിയമെന്ന നിലയിൽ നമുക്ക് ഉത്തമ മാതൃകയും നിദർശനവുമായി നിൽക്കുന്നത് മറിയമാണ്. അതാണ് പ്രധാനം. മറിയം നമുക്ക് ആ തരത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരാൻ പ്രാപ്തയാണ്. കനായിലെ കല്യാണ വിരുന്ന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യസ്ഥതയ്ക്ക് എടുക്കുന്ന ഒരു കാര്യമാണ്. അവളല്ല അത് കൊടുത്തത്, അവൾക്ക് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈശോയോട് വന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് അവളോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വീഞ്ഞില്ല, കാര്യത്തിൽ അവിടെ ഉണർത്തിച്ചതേ ഉള്ളൂ. നമുക്കറിയാം അവിടെ അവർക്ക് വീഞ്ഞില്ല. എൻ്റെ സമയം ആയില്ലല്ലോ. എൻ്റെ സമയമെന്ന് അവിടെ പറഞ്ഞാൽ അർത്ഥം തൻ്റെ പരസ്യ ജീവിതം തുടങ്ങാനും തൻ്റെ മരണത്തിലേക്കുള്ള ആ അടുപ്പം കാണിക്കാനുമാണ് യോഹന്നാൻ എൻ്റെ മണിക്കൂർ എൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുന്നത്. എന്നിട്ടും മറിയം നമുക്കറിയാം പരിചാരകരെ വിളിച്ച് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. എല്ലാം അവനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ആ സ്ഥാനമാണ് മറിയത്തിന് ഉള്ളത്. ഇന്നും സഭയിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് മറിയമാണ് മധ്യസ്ഥയായി, ആ അർത്ഥത്തിൽ ഇടനിലക്കാരിയായി പ്രാർത്ഥിക്കുന്നവളായി നിന്നത്. അവരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരിലേക്കാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത്, തീനാവുകളുടെ രൂപത്തിൽ തീക്ഷ്ണതയോടെ വരുന്നത് എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. ആ സൂചനകളെല്ലാം. അപ്പം അമ്മ എന്ന നിലയിൽ, ആത്മീയ മാതാവ് എന്ന നിലയിൽ മറിയത്തെ കാണുന്നതിന് നമ്മൾ ഒരു കുറവും വരുത്തരുത് എന്നതുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാൽവരിയിൽ യോഹന്നാനെ ഭരമേൽപ്പിക്കുമ്പോൾ പറയുന്നത് ഇതാ നിൻ്റെ അമ്മ. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് യോഹന്നാൻ അതിനെ സ്വീകരിച്ചത് എന്നതാണ് ആദിമ നൂറ്റാണ്ട് മുതൽ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ മനസ്സിലാക്കിയത് അമ്മ എന്ന നിലയിലാണ്. ആത്മീയമായി നമുക്ക് അമ്മ എന്ന നിലയിൽ മറിയത്തെ സമീപിക്കാൻ കൂടുതൽ ഒരു ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അത് നല്ലതാണ് എന്ന കാര്യവും മറക്കരുത്. ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഈ പ്രബോധനത്തിൻ്റെ പേരിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മലയാളത്തിലേക്ക് വരും. നിങ്ങളത് പഠിക്കണം, അത് വായിക്കണം. പ്രത്യേകമായ താല്പര്യങ്ങളോടുകൂടി ആരെങ്കിലുമൊക്കെ ഇതിനെ ഉപയോഗിച്ചെങ്കിൽ അവരോട് ക്ഷമിക്കുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് ശരിയല്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ മറ്റ് സന്ദേശങ്ങൾ നമുക്ക് കാണാം. പിതാവല്ല നേരിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ പിതാവിൻ്റെ അംഗീകാരത്തോടെ ഡിക്കാസ്ട്രി വിശ്വാസ തിരുസംഘം പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖയാണ്. മാർപ്പാപ്പയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായും. അപ്പോൾ ഈ രേഖ വളരെ പഠനാർഹമാണ്, നമുക്ക് ചിന്തനീയമാണ്. വിശ്വാസം കുറേ കൂടി നേരായ രീതിയിൽ ഉറപ്പിക്കാൻ അത്യാവശ്യമാണ്.